ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം ചില കാര്യങ്ങൾ ഈ അടിസ്ഥാനപരമായ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഹരിച്ചിട്ടും അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും മുടി പൊഴിച്ചിൽ നിൽക്കുന്നില്ല. അപ്പോൾ അതിന് പിന്നിൽ മറ്റെന്തോ ചില ഘടകങ്ങൾ കൂടെ ഉണ്ട്. അവിടെയാണ് നമ്മൾ വീണ്ടും ഒന്നുകൂടി ആലോചിക്കുവാനുള്ളത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പോഷകാഹാരക്കുറവുണ്ടെങ്കിൽ നമ്മളിതൊക്കെ അതിന് പരിഹാരമുണ്ട്. ഈ പറയുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ വിവരിച്ച വൈറ്റമിൻ എ ആയാലും സിങ്ക് ആയാലും പിന്നെ ബി ആണെങ്കിലും ഒക്കെ അതിനകത്ത് അത് പരിഹരിക്കത്തക്കെയുള്ള ആഹാരങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സത്യം. നമസ്കാരം, ഞാൻ ഡോക്ടർ സായിജി. വീണ്ടും ഒരിക്കൽ കൂടി ഡോക്ടർ സായിജി ടോക്സിലേക്ക് സ്വാഗതം. മുടി പൊഴിച്ചിലിൻ്റെ അവഗണിക്കപ്പെടുന്ന ചില അടിസ്ഥാന കാരണങ്ങളെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മുടി പൊഴിച്ചിലിനെ കുറിച്ച് പലപ്പോഴും പല കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നുള്ള കാര്യമാണ്. എന്നിരുന്നാൽ പോലും ചില അടിസ്ഥാന വിഷയങ്ങൾ ഇതിൻ്റെ പിന്നിലുള്ളത് ഒന്ന് അറിയണം അല്ലെങ്കിൽ ഒന്ന് പറയാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ലക്ഷ്യം. സ്വാഭാവികമായും ഒരു 50 തൊട്ട് 100 മുടി വരെ ഒരു ദിവസം പൊഴിയാമെന്നുള്ളതാണ്. അതിന് വലിയൊരു അപാകതയില്ല. പലപ്പോഴും അത്തരം ചെറിയ പൊഴിച്ചിൽ കണ്ട് തന്നെ നമ്മൾ ആശങ്കപ്പെടാറുണ്ട്. എന്നാൽ ഈ 50 തൊട്ട് 100 മുടി പൊഴിയുന്നത് ഈ മുടി പൊഴിയും കാലത്താണെങ്കിലൊക്കെ, അതല്ലാതെ അത് ക്രമാതീതമായി അങ്ങനെ തുടർന്ന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് അതിനൊരു ചികിത്സ അത്യാവശ്യമാണ്. അതിൻ്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും മുടി പൊഴിച്ചിൽ എന്നുള്ള ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ നമ്മൾ വിപണിയിൽ ഏത് എണ്ണ കിട്ടുമോ അത് വാങ്ങി തേക്കാം, അത് വാങ്ങി തേച്ച് നമ്മളെ മുടി പൊഴിച്ചിൽ അവസാനിപ്പിക്കാമെന്നാണ് പലപ്പോഴും നമ്മൾ പലരും കരുതുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ മുടി പൊഴിച്ചിൽ, ഏതാണ് അതിൻ്റെ പിന്നിലുള്ള കാരണമെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് തക്കെയുള്ള ചികിത്സ കൊടുത്തിരുന്നാൽ മാത്രമേ മുടി പൊഴിച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് മുടി പൊഴിയാം എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് വേഗം ഒന്ന് ചിന്തിക്കാം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേട്ടാൽ മാത്രമേ ഇതിനകത്ത് പല കാര്യങ്ങളും പറയാൻ കഴിയുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് വളരെ കട്ട് ഷോർട്ട് ചെയ്ത് വളരെ കുറച്ച് ഞാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ സാധാരണ ഒരു മുടിയുടെ വളർച്ച ഘട്ടം ഒരു 3 ഘട്ടമുണ്ടെന്നുള്ളതാണ്. ആ 3 ഘട്ടത്തിൽ ഒന്ന് മുടിയുടെ ഗ്രോത്ത്, വളർച്ചയുടെ ഒരു ഘട്ടം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ആനജൻ ഫേസ് എന്ന് പറയും. അത് കഴിഞ്ഞതിന് ശേഷം അത് പിന്നെ ആ വളർച്ചയുടെ തോത് ഒന്ന് ക്രമത്തിലൊന്ന് കുറയുകയും പിന്നെ അങ്ങനെ ഒരു വളർച്ചയുടെ അളവൊന്ന് കുറഞ്ഞു വരിക എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് വരുന്ന ഒരു ഘട്ടം. ഈ ആദ്യത്തെ ഘട്ടം ഒരുപക്ഷെ 2 തൊട്ട് 6 വർഷം വരെ നിലനിൽക്കാമെന്നുള്ളതും, രണ്ടാമത്തെ ഘട്ടം വളർച്ചയുടെ തോത് പൂർണ്ണമായി അവസാനിക്കുന്നത് അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നത് ഒരു 3 മാസവും, അത് കഴിഞ്ഞതിന് ശേഷം ഒരു റെസ്റ്റിംഗ് ഫേസ് എന്ന് പറയുന്ന അവസാനത്തെ ഒരു ടീലജൻ ഫേസ് എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടം ശരാശരി ഒരു 3 മാസം ആണെന്നിരിക്കെ ആ ഒരു ഘട്ടം കൂടെ കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മൾ ജനിച്ചിരിക്കുന്ന ഒരു മുടി പൊഴിയണം. അത് പ്രകൃതി നിയമമാണ്. ആ മുടി പൊഴിയും. എങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ ഒരു ഡ്യൂറേഷൻ വെച്ചിട്ട് ഇത്ര കാലത്തോളം ഒരു മുടി നിലനിൽക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ചില പ്രത്യേക തരത്തിലുള്ള രോഗാവസ്ഥകളും ചില വൈറ്റമിൻ ആൻഡ് മിനറൽസിൻ്റെയൊക്കെ ചില ഡിഫിഷ്യൻസി കുറവുകളും നമുക്ക് ഈ ഘട്ടത്തിലോട്ട് നമ്മളെ വേഗം എത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാന കാരണം. അത് ചില രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ചില എൻഡോക്രൈൻ ഡിസോർഡേഴ്സ്, ചില തൈറോയ്ഡ് രോഗങ്ങൾ, പൊതുവെ നമ്മളെല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് മുടി പൊഴിച്ചിലെന്ന് പറയുമ്പോൾ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ തൈറോയ്ഡ് രോഗങ്ങൾ ഉള്ള ചില കണ്ടീഷൻ, അതിപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം ആവട്ടെ ഹൈപ്പോ തൈറോയിഡിസം ആവട്ടെ, TSH കുറഞ്ഞതും TSH കൂടിയതുമായ തൈറോയ്ഡ് രോഗങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരം രോഗങ്ങളിൽ ശരിക്കും ഈ ഹോർമോണൽ ഇംബാലൻസ് വരുത്തുന്ന നമ്മുടെ ഇതിനകത്തുള്ള ചില വ്യതിയാനങ്ങൾ വരുത്തി നമ്മുടെ രോമത്തിൻ്റെ വളർച്ച ഈ തുടക്കത്തിലുള്ള വളർച്ചയുടെ ഫേസിൽ നിന്നും നേരെ ഇതായിട്ട് നമ്മുടെ റെസ്റ്റിംഗ് ഫേസിലോട്ട് അല്ലെങ്കിൽ ആ പൊഴിയുന്ന ടീലജൻ ഫേസിലോട്ട് വേഗം നമ്മളെ കൊണ്ട് അടുത്ത് എത്തിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം. അപ്പം അങ്ങനെ തൈറോയ്ഡ് രോഗമുണ്ടെങ്കിൽ തീർച്ചയായും ആ തൈറോയ്ഡ് രോഗത്തോടുള്ള കൃത്യമായ മരുന്ന് കഴിച്ച് അത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് യഥാവിധം നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ തീർച്ചയായും ആ പ്രശ്നം ഉദിക്കുന്നില്ല. തൈറോയ്ഡ് രോഗത്തിനോടൊപ്പം തന്നെ ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ചില ശരീരത്തിന് പ്രശ്നമായി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അതിനെ
SLE എന്നൊക്കെ പറയാം. SLE ഒരുപാട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട്. അത്തരം ചില രോഗാവസ്ഥകളിലും അത് വിദഗ്ധമായ ഒരു പരിശോധനയിൽ ഡോക്ടർക്ക് മനസ്സിലാവുന്നതും അതിനൊക്കെയുള്ള ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതുമാണ്. അത് ഒരു ഉദാഹരണമായി നമുക്ക് പലപ്പോഴും നമുക്കറിയാം, പല ആൾക്കാരിലും വട്ടത്തിൽ മുടി പൊഴിഞ്ഞു വരുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട്. ആ വട്ടത്തിൽ മുടി പൊഴിഞ്ഞു വരുന്ന പ്രവണത നമ്മൾ കാണുന്ന അലോപേഷ്യ ഏരിയറ്റ് എന്നാണ് പറയാറുള്ളത്. അതും ഈ പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. അതിനും അതിൻ്റേതായ രീതിക്കുള്ള ചികിത്സകളുണ്ട്, നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും. അങ്ങനെ മുടി പൊഴിച്ചിൽ നമുക്ക് പരിഹരിക്കാമെന്നുള്ളതാണ്. പിന്നെ ചില തരത്തിലുള്ള ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനകത്ത് തന്നെ വരുന്ന തരത്തിലുള്ള ചില നമ്മൾ സ്കിന്നിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം സോറിയാസിസ്, പിന്നെ തൊലിപ്പുറത്ത് വരുന്ന മറ്റ് ചില എക്സിമ ചില അവരോഗങ്ങളും അങ്ങനെയുള്ള അവസ്ഥകളും തീർച്ചയായും ഈ മുടി പൊഴിച്ചിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതാണോ കാരണമെന്ന് നോക്കി ആ കാരണത്തിന്, അതിപ്പോൾ തൈറോയ്ഡ് ഡിസോർഡർ ആണെങ്കിലോ തൈറോയ്ഡ് രോഗമാണെങ്കിലോ സോറിയാസിസ് പോലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണെങ്കിലോ ഇനി തൊലിപ്പുറത്ത് വരുന്ന എക്സിമയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്കിൻ കംപ്ലയിൻസോ ആണെങ്കിൽ സ്കാൽപ്പിന് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമാണെങ്കിൽ അതിന് അതിൻ്റേതായ രീതിക്ക് ചികിത്സിച്ച് നമ്മൾ സുഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ നമ്മുടെ മുടി പൊഴിച്ചിൽ നിൽക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെ നമുക്ക് വളരെ വ്യക്തമായി അറിയാമെന്നുള്ളതാണ്. ഞാൻ എല്ലാത്തിനെക്കുറിച്ചും ആധികാരികമായി ഓരോന്നും നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് വിവരിക്കാനാവില്ല. എങ്കിൽ പോലും നമുക്കറിയാം മുടി എന്ന് പറയുന്ന ഇത് തന്നെ ഒരു പ്രോട്ടീൻ, ഒരു കെരറ്റിൻ എന്ന് പറയുന്ന ഒരു ഇത് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണെന്നും ആ മുടിയുടെ വളർച്ചയ്ക്ക് സാധാരണ ആർക്കും അറിയാമെന്നുള്ളതാണ് പ്രോട്ടീൻസിൻ്റെ ഒരു കുറവ്, ഒരു മാൽന്യൂട്രീഷൻ അങ്ങനെ ഇത് വന്നു കഴിഞ്ഞാൽ മുടിയുടെ വളർച്ചയെ അത് ബാധിക്കുമെന്ന് നമുക്ക് നല്ലവണ്ണം അറിയാമെന്നുള്ളതാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് അങ്ങനെ ഒരു കുറവാണ് കാണുന്നുകൊണ്ട് എങ്കിൽ തീർച്ചയായും അതിന് പ്രോട്ടീൻ സപ്ലിമെൻറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നവും പരിഹരിക്കപ്പെടാൻ പറ്റും. സാധാരണഗതിയിൽ ഒരു മുടിക്ക് വളരാൻ ആവശ്യമായ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചില പ്രോട്ടീൻസ്, ചില വൈറ്റമിൻസും ചില മിനറൽസും ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് സാധാരണയായിട്ട് വൈറ്റമിൻ എ നമുക്ക് അറിയാം. വൈറ്റമിൻ എ ധാരാളം പച്ചക്കറികളും ഇലക്കറി വർഗ്ഗങ്ങളും ഒക്കെ നിന്ന് നമുക്ക് വൈറ്റമിൻ എ കിട്ടും. ഇപ്പോൾ ഇത് നമ്മൾ മിക്കവാറും നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിലൊക്കെ ഇതൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. വൈറ്റമിൻ എ, വൈറ്റമിൻ B7, ഇത് വന്ന ബയോട്ടിൻ എന്ന് പറയുന്ന വൈറ്റമിൻ ബി, ആ ബയോട്ടിൻ തികച്ചും മുടിയുടെ ഈ കെരറ്റിൻ്റെ മുടി ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടീൻ കെരറ്റിൻ്റെ കൂടുതലായിട്ടുള്ള ഉൽപ്പാദനത്തിനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനും ആവശ്യമായി വരുന്ന വൈറ്റമിൻ ബി. വൈറ്റമിൻ ഡി നമുക്കറിയാം, സൂര്യപ്രകാശത്തിൽ നിന്നും യഥേഷ്ടം കിട്ടുന്ന വൈറ്റമിൻ ഡി. പിന്നെ മുടിക്ക് ആവശ്യമായ സിങ്ക്, ഇതെല്ലാം തന്നെ സിങ്ക്, പിന്നെ മഗ്നീഷ്യം, ഇത്തരം കാര്യങ്ങളെല്ലാം, ഫോസ്ഫറസ്, ഇത്തരം കാര്യങ്ങളെല്ലാം, അയഡിൻ, ഇതെല്ലാം നമുക്ക് മുടിയുടെ ആവശ്യത്തിന് വളരെ അത്യാവശ്യമായി നമുക്ക് വേണ്ടതാണ് എന്നുള്ളത് ഇന്ന് സാധാരണ എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു വിഷയമാണ്. ഇതൊക്കെ തന്നെ ധാരാളം നമ്മുടെ ഈ പച്ചക്കറികൾ, മീൻ, ഇറച്ചി, പാല്, മുട്ട, നെയ്യ്, അല്ലെങ്കിൽ അതിനൊക്കെയുള്ള തരത്തിലുള്ള പയർവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, വിത്തുകളെന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ എന്താ പറയാൻ ബദാം, അണ്ടിപ്പരിപ്പ്, അങ്ങനെയുള്ള കടല തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ സോയാബീൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, ഇതൊക്കെ കാര്യങ്ങളിൽ നിന്നും അതൊക്കെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അതിനോടൊപ്പം വൈറ്റമിൻ സി തീർച്ചയായും നമുക്കറിയാം, സിട്രസ് ഫ്രൂട്ട്സിൽ നിന്നും, നാരങ്ങ, ഓറഞ്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ചെറുതായിട്ടുള്ളതിൽ നിന്നും വൈറ്റമിൻ സി യഥാർത്ഥത്തിൽ ഇരുമ്പും ഇതിനോടൊപ്പം ആവശ്യമാണ്. ഇരുമ്പിൻ്റെ ആഗിരണത്തിന് വളരെയധികം നമുക്ക് ആവശ്യമായി വരുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ സി. ആ വൈറ്റമിൻ സി, അപ്പോൾ ഇരുമ്പ് നമുക്കറിയാം, ശരീരത്തിൽ ഇരുമ്പിൻ്റെ അംശമില്ല എങ്കിൽ അത് അനീമിയ എന്നൊരു കണ്ടീഷൻ ഉണ്ടാക്കുന്നത്. അപ്പം വിളർച്ച എന്നുള്ളൊരു കണ്ടീഷൻ വരികയാണെങ്കിൽ സ്വാഭാവികമായും സെല്ലുകളിൽ എത്തേണ്ട തരത്തിലുള്ള ഓക്സിജൻ്റെ അളവ് കുറയുന്നു, ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറയുന്നു. അപ്പോൾ ആ തരത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് ഇതിനകത്ത് പരിഹരിക്കപ്പെടേണ്ടതാണ്. എന്തുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായി പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ പാഠ്യപദ്ധതികൾ ഉൾപ്പെടെ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് വൈറ്റമിൻ എ എവിടെ കിട്ടും, വൈറ്റമിൻ ബി എവിടെ, വൈറ്റമിൻ സി എവിടെ എന്നുള്ള രീതിക്കൊക്കെ അറിയാം. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം ചില കാര്യങ്ങൾ, ഈ അടിസ്ഥാനപരമായ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഹരിച്ചിട്ടും അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും മുടി പൊഴിച്ചിൽ നിൽക്കുന്നില്ല. അപ്പോൾ അതിന് പിന്നിൽ മറ്റെന്തോ ചില ഘടകങ്ങൾ കൂടെ ഉണ്ട്. അവിടെയാണ് നമ്മൾ വീണ്ടും ഒന്നുകൂടി ആലോചിക്കുവാനുള്ളത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പോഷകാഹാരക്കുറവുണ്ടെങ്കിൽ നമ്മളിതൊക്കെ അതിന് പരിഹാരമുണ്ട്.
ഈ പറയുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ വിവരിച്ച വൈറ്റമിൻ എ ആയാലും സിങ്ക് ആയാലും പിന്നെ ബി ആണെങ്കിലും ഒക്കെ അതിനകത്ത് അത് പരിഹരിക്കത്തക്കെയുള്ള ആഹാരങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സത്യം. ഇനി ഒരു പക്ഷേ ചില ഘടകങ്ങളുടെ അടിസ്ഥാനപരം കുറവുണ്ടെങ്കിൽ നമ്മളത് പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് എങ്കിലും മുടി പൊഴിച്ചിൽ തുടരുന്ന പല ആൾക്കാരിലും. നമുക്കറിയാം, ഒരുപക്ഷെ ചില രോഗങ്ങൾ വന്നതിന് ശേഷം, ടൈഫോയിഡ് പോലുള്ള ചില രോഗങ്ങൾ വന്നതിന് ശേഷം ചില മുടി പൊഴിച്ചിൽ വരുന്നു. അതും താൽക്കാലികമായൊരു പ്രതിഭാസമാണ്. പിന്നെ ഇങ്ങനെയുള്ള ചില അവസ്ഥകൾ നമ്മൾ കണ്ടുവരുന്നു. എന്നിട്ട് മുടി പൊഴിച്ചിൽ തുടരുന്നു എന്നുള്ള ഒരവസ്ഥ വരുമ്പോഴാണ് നമ്മുടെ ചിന്ത മറ്റൊരു തലത്തിലോട്ട് എത്തുന്നത്. ഇപ്പോൾ ഉള്ള വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല സ്റ്റഡികളും റിസർച്ച് വർക്കുകളും അല്ലെങ്കിൽ പഠനങ്ങൾ പറയുന്നത് നമ്മളെ കുടലിൻ്റെ ആരോഗ്യമാണ് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് പ്രധാന കാരണം എന്നുള്ള ഒരു തിയറി ആണ്. ഇത് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. കുടലിൻ്റെ ആരോഗ്യം എന്ന് പറയുമ്പോൾ അതിന് നമ്മളെ ഗട്ടിൻ്റെ ആരോഗ്യം, നമ്മുടെ അന്നനാളം തൊട്ട് ഏകദേശം മലദ്വാരം വരെ എത്തുന്ന തരത്തിലുള്ള ഒരു പാത്വേ മൊത്തത്തിൽ നമ്മൾ GIT എന്നാണ് പറയുന്നത്. GIT അല്ലെങ്കിൽ ഗട്ടെന്ന് പറയും. ഈ ഗട്ടിനകത്തുള്ള ആരോഗ്യപരമായ ഒരവസ്ഥയാണ് പലപ്പോഴും മുടിപൊഴിച്ചിലെന്ന് മാത്രമല്ല മറ്റു പല അസുഖങ്ങളും തന്നെ തടയുവാൻ നമുക്ക് സഹായമായി വന്നിരിക്കുന്നത്. ഈ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ചെറുകുടൽ പ്രത്യേകിച്ച് കുടലിനകത്ത് ദശലക്ഷക്കണക്കിന് ബാക്ടീരിയകളുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ദശലക്ഷക്കണക്കിനുള്ള ബാക്ടീരിയകൾ അത് നല്ല ബാക്ടീരിയകളായിരിക്കണം. ആ നല്ല ബാക്ടീരിയകൾ, ഗട്ടിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള നല്ല ബാക്ടീരിയകൾ, ഈ ബാക്ടീരിയകൾ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് അതിനെ വിഘടിപ്പിച്ചിട്ട് അതിനകത്തുള്ള ആവശ്യമായ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള സിങ്ക് ആവട്ടെ, ഫോസ്ഫറസ് ആവട്ടെ, ബാക്കി എന്തോ ആയിക്കൊണ്ട് പോട്ടെ, വൈറ്റമിൻ ബിയോ ബയോട്ടിനോ ഏത് തരത്തിലുള്ള ഇത്തരം ആവശ്യമായുള്ള കാര്യങ്ങളെ ആഗിരണം ചെയ്യിക്കുവാൻ ഈ ബാക്ടീരിയകൾ നമുക്ക് ശരീരത്തിൽ ഗട്ടിൽ വളരെ അത്യാവശ്യമാണ്. ഇതിൻ്റെ അഭാവം പൂർണ്ണമായി ദഹനം നടക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രയാസം നടക്കുന്നു. ചുരുക്കത്തിൽ ഇനി ഏതെങ്കിലും തരത്തിൽ ഈ ആഹാരം വിഘടിപ്പിച്ച് ഇതിൻ്റെ ആഗിരണം നടക്കുകയും അതിനോടൊപ്പം തന്നെ നമുക്ക് ഏതെല്ലാത്തിലും നല്ല വശങ്ങളും മോശവശങ്ങളുണ്ട്. ചില നമ്മൾ ഈ കഴിക്കുന്ന ആഹാരത്തിന് ഇതിനകത്ത് തന്നെ ഈ സമയത്ത് സംഭവിക്കുന്ന ചില ടോക്സിക് ആയിട്ട് ചില വിഷാംശങ്ങൾ കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ഈ നല്ല ബാക്ടീരിയ ഇല്ല എങ്കിൽ ഈ പ്രക്രിയയിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ചില വിഷാംശങ്ങളും ബാക്കിയുള്ളതുമെല്ലാം നമ്മളെ രക്തത്തിലോട്ട് കടന്നു കയറാൻ ഒരു കാരണമാകുന്നു. അങ്ങനെ കടന്നു കയറിയിരുന്നാലും ഇത് നമ്മുടെ ആരോഗ്യ വ്യവസ്ഥയെ തകർക്കുന്നു. അതിൽ ഒരു പ്രധാന കാരണമായി നമ്മുടെ തലമുടിയുടെ വളർച്ചയും നമ്മുടെ ഗട്ടിൻ്റെ അല്ലെങ്കിൽ വയറിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് വളരെയധികം ബന്ധമുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പം നമുക്ക് നല്ല രീതിക്കുള്ള ഒരു അല്ലെങ്കിൽ ആരോഗ്യപരമായ ബാക്ടീരിയ നമ്മുടെ ഇതിനകത്തുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് അറിയുന്നത് അത്യാവശ്യം നമുക്ക് ദഹനശേഷിയുണ്ട്. അധികം നമുക്ക് ശോധനയൊക്കെ വളരെ ഒരുവിധം നല്ല രീതിക്ക് നടക്കുന്നുവെന്നും കൂടുതലായിട്ട് ഗ്യാസ് ഫോർമേഷൻ ഇല്ല, ബ്ലോട്ടിംഗ് ഇല്ല, വയറ് പെരുക്കമില്ല, അല്ലെങ്കിൽ അമിതമായ നെഞ്ചിരിപ്പില്ല, അല്ലെങ്കിൽ അധികം ഗ്യാസിൻ്റെ ശല്യമില്ല, നമുക്ക് വയറുവേദനയില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതലായി ഉള്ള ഒരാളാണെങ്കിൽ, പ്രത്യേകിച്ച് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറയും. ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം അല്ലെങ്കിൽ ഇറിറ്റബിൾ ബൗൾ ഡിസീസ്, അതിനെക്കുറിച്ച് വ്യക്തമായി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അവസരത്തിൽ നമുക്ക് സംസാരിക്കാമെന്നുള്ളതാണ്. വളരെ വലിയ വിഷയമായതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ചുരുക്കത്തിൽ ദഹന വ്യവസ്ഥിതി താറുമാറായ ഒരു വ്യക്തിയിലാണ് എങ്കിൽ തീർച്ചയായും നമ്മൾ ഈ പറയുന്ന പോഷകസമൃദ്ധമായ ആഹാരം എന്തൊക്കെ കഴിച്ചിട്ടും അല്ലെങ്കിൽ ഏത് എണ്ണ തേച്ചിട്ടോ കാര്യമില്ല, അവിടെ ശരിയാവണം അടിസ്ഥാനപരമായി. ഇതാണ് അടിസ്ഥാനപരമായ ഒരു കാര്യം. അപ്പോൾ കുടലിൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ ഗട്ടിൻ്റെ ആരോഗ്യപരമായ കാരണം വളരെ വ്യക്തമായി ശരിയാകണമെന്നുള്ള ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ഏത് തരത്തിലുള്ള എണ്ണ തേക്കുകയും നമ്മൾ ആവശ്യത്തിനുള്ള പ്രോട്ടീൻസും ഈ ബയോട്ടിനുള്ളതും അല്ലെങ്കിൽ ഈ അയഡിനുള്ളതും മഗ്നീഷ്യം ഉള്ളതൊക്കെയുള്ള ഭക്ഷണം കഴിച്ചിട്ടും നമുക്ക് തൈറോയ്ഡ് രോഗമില്ല, ബാക്കി മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എങ്കിൽ നമുക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യക്കുറവാണ് നമുക്ക് ഈ മുടി പൊഴിച്ചിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സ്പഷ്ടം. അപ്പോൾ നമ്മുടെ ശ്രദ്ധ അതിലോട്ട് എത്തണം. ഇനി അടിസ്ഥാനപരമായി ഒരു കാര്യം കൂടെ പറയാനുള്ളത്,
എല്ലാ അസുഖവും പൊതുവെ 90% അസുഖവും മനസ്സിൽ തുടങ്ങുന്നു എന്നുള്ളതാണ്. മനസ്സിൽ തുടങ്ങിയതിന് ശേഷം മാത്രമാണ് ശരീരത്തിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നു എന്നുള്ള ഒരു ശാസ്ത്ര സത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു ആളും കൂടെയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഒരുപാട് സ്ട്രെസ് ഫാക്ടേഴ്സ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മൾ അഡ്രിനൽ ഗ്രന്ഥി നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അഡ്രിനാലിൻ അത് ഒരു ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് മെക്കാനിസമാണ്. പലപ്പോഴും അത് പ്രതിരോധിക്കാനും നിലനിൽപ്പിനും അത് ആവശ്യമായി വരുമെങ്കിൽ പോലും സ്ട്രെസ് ഹോർമോൺസ് ഒരുപക്ഷെ അമിതമായി ഉണ്ടാകുന്ന തരത്തിൽ ഞാൻ നേരത്തെ തൈറോയിഡിൻ്റെ രോഗത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചാഘട്ടത്തെ പരിമിതപ്പെടുത്തുകയും അത് പരിമിതപ്പെടുത്തി വേഗത്തിൽ മുടിയുടെ റെസ്റ്റിംഗ് ഫേസിലോട്ട് എത്തുകയും അവിടെ ക്രമം തെറ്റുകയും മുടി പെട്ടെന്ന് കൊഴിയുവാനും കാരണമാകുന്നു. ചുരുക്കത്തിൽ നമ്മളെ സ്ട്രെസ്സ് കോർട്ടിസോൾ ലെവലൊക്കെ കൂടി വരുമ്പോൾ മുടി പൊഴിച്ചൽ പ്രധാനമായി ഉണ്ടാകുന്നു. ഇവിടെയും നമുക്ക് ഒരു പക്ഷേ മറ്റ് രോഗങ്ങളൊന്നുമില്ല, നമുക്ക് വേറെ പ്രയാസങ്ങളൊന്നുമില്ല, എന്നിട്ടും എനിക്ക് മുടി പൊഴിച്ചൽ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ ഓർമ്മിക്കേണ്ട വിഷയം ഒന്ന്, നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം, വയറിനകത്തുള്ള നല്ല ബാക്ടീരിയയെക്കുറിച്ചുള്ള ചിന്ത, നമുക്ക് വയർ പ്രശ്നമുള്ള ആളാണോ എന്നുള്ള നമ്മൾ അറിയുക എന്നുള്ളത്. രണ്ടാമത്, ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നപ്പോൾ ഉള്ള ധാരാളം ഉപ്പിൻ്റെ ഉപയോഗം നമുക്ക് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. മൂന്നാമത്, ഏറ്റവും പ്രധാനമായി ഈ പറയുന്ന ഡിഫിഷ്യൻസിയേക്കാൾ ഉപരിയായി നമ്മളെ സ്ട്രെസ്സാണ് നമ്മുടെ മുടി പൊഴിച്ചിലൊരു പ്രധാന കാരണമായി തീരുന്നത്. അപ്പോൾ ഈ സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളൊരു വിഷയമാണെങ്കിൽ അത് വളരെ നീണ്ടൊരു വിഷയമാണ്. ആ സ്ട്രെസ് മാനേജ്മെൻറ്റ് ചെയ്യണത് നിങ്ങൾക്ക് താല്പര്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അതിനെക്കുറിച്ച് സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോയി ആ വിഷയം എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് മറ്റൊരവസരത്തിൽ സംസാരിക്കാം. എന്നിരുന്നാലും ഇന്നത്തെ വീഡിയോയുടെ ഈ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ മുടി പൊഴിച്ചിലിൻ്റെ അടിസ്ഥാനപരമായ പല ഡിവിഷൻസിക്കും പുറമെ, അല്ലെങ്കിൽ ഇതിന് പുറമെ തൈറോയ്ഡ് പോലുള്ള ചില രോഗങ്ങൾക്ക് പുറമെ യഥാർത്ഥത്തിൽ നമ്മുടെ മുടി പൊഴിച്ചലിൻ്റെ ബേസിക്കായിട്ടുള്ള അടിസ്ഥാനപരമായ കാരണങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യവും, രണ്ട്, നമ്മൾ നിയന്ത്രിക്കാനാവാത്ത വിധമുള്ള നമ്മുടെ സ്ട്രെസ്സിന് വിധേയമായി പോകുന്നു എന്നുള്ളതാണ്. ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മുടി പൊഴിച്ചിൽ അതിന് പരിഹാരം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ ഗട്ടിൻ്റെ ആരോഗ്യം എങ്ങനെ നിലനിർത്താം, അല്ലെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് മറ്റൊരവസരത്തിൽ സംസാരിക്കാം. ഒപ്പം നമുക്ക് ഈ സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് മാനേജ് ചെയ്യാം. ഇതൊക്കെയാണ് എങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങൾ, ചില പ്രത്യേക കാര്യങ്ങളുടെ ഉപയോഗം കൊണ്ട് ഈ മുടി പൊഴിച്ചിൽ തടയാമെന്നുള്ളതാണ് സത്യം. എന്തായാലും അത്തരം ആ വിഷയങ്ങളെക്കുറിച്ച് തീർച്ചയായും നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് തീർച്ചയായും ചെയ്യാമെന്നുള്ളതാണ്. കാരണം അതും ഒരു വലിയ ലെങ്തി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഏതൊക്കെ ഘടകങ്ങൾ എങ്ങനെ നമുക്ക് പ്രയോജനം ചെയ്യുന്നു, മുടിക്ക് ആവശ്യമായി പ്രയോജനം ചെയ്യുന്നു. തീർച്ചയായും നിങ്ങൾക്ക് അതറിയാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ച് മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. വീണ്ടും കാണുന്നത് വരെയും നന്ദി, നമസ്കാരം, താങ്ക് യു.